മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ മുന്നണി രാഷ്ട്രീയത്തിൽ ചേരിതിരിവുകളും സജീവമായിരിക്കുകയാണ്. സഖ്യത്തിലെ അസ്വസ്ഥതകൾ പലതും മറനീക്കി പുറത്തുവരികയുമാണ്. തെരഞ്ഞെടുപ്പിന് ഇനി കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അജിത് പവാർ മുന്നണി മാറ്റത്തിന് ഒരുങ്ങുന്നു എന്നതാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തയും ഇപ്പോൾ മഹായുതി സഖ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നതും. മഹാരാഷ്ട്രയിൽ BJPയുമായുള്ള സഖ്യത്തിൽ നിന്ന് ശിവസേന പിന്മാറിയതിന് പിന്നാലെയാണ് NCP പിളർത്തി BJPക്കൊപ്പം ചേരാൻ അജിത് പവാർ ശ്രമം തുടങ്ങിയത്. 2023 ജൂലൈയിൽ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP BJPക്കും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്കുമൊപ്പം മഹായുതി സഖ്യത്തിൽ ചേർന്നു. ശിവസേന പിളർന്ന് ഇന്ത്യ മുന്നണിയിലേക്ക് പോയതിന് പകരമായി മാത്രമാണ് അജിത് പവാറിനെ കൂടെ കൂട്ടിയത്. NCP അജിത് പവാർ വിഭാഗം മഹായുതി സഖ്യത്തിൽ ഉണ്ടാവുക എന്നത് രാഷ്ട്രീയ നീക്കുപോക്കിന്റെ, അതായത് BJPയുടെ ആവശ്യം മാത്രമായിരുന്നു. NCP പിളർക്കുക എന്നത് BJPയുടെ വാശിയുടെ കേവല ഭാഗം മാത്രം, രാഷ്ട്രീയ പോർവിളികളിലെ കേവലം ഒരു നീക്കം എന്നും പറയാം. NCPയിൽ ഏറ്റവും കൂടുതൽ MLA-മാർ ഉണ്ടായിരുന്നത് അജിത് പവാർ പക്ഷത്തിന് കൂടിയായിരുന്നു. ഭിന്നിപ്പിന് ശേഷം ഉയർന്ന തർക്കത്തിന് ശേഷം പാർട്ടിയുടെ കൊടി, ചിഹ്നം എന്നിവയെല്ലാം തന്നെ അജിത് പവാർ പക്ഷത്തിന് സുപ്രീം കോടതി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ നിലനിൽക്കെ തന്നെ NCPയോട് മഹായുതി സഖ്യത്തിൽ അസ്വസ്ഥത ഭീകരമായ വിധത്തിൽ വളരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഷിൻഡെ ശിവസേന വിഭാഗം നേതാക്കന്മാരും BJP നേതാക്കന്മാരും അജിത് പവാർ വിഭാഗത്തെ പരസ്യമായി ആക്ഷേപിച്ചു. ഉദാഹരണത്തിന്, അജിത് പവാർ വിഭാഗം മന്ത്രിമാരോടൊപ്പം സഭയിലിരിക്കുമ്പോൾ തങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പോലും പരസ്യമായി ആക്ഷേപം പോലും ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അജിത് പവാറിന്റെ സ്റ്റൈൽ അത് സെക്യുലറിസമാണ്. താനൊരു സെക്യുലർ ആണ് എന്ന് അദ്ദേഹം ഇടയ്ക്കിടെ പറയാറുമുണ്ട്. തന്റെ വഴി ഛത്രപതി ശിവജിയുടെയും ഫുലെയുടെയും അംബേദ്കറുടെയുമാണെന്ന് അദ്ദേഹം ഇടയ്ക്കിടെ പറയലുമുണ്ട്. NCPക്കുള്ളിലെ റിബലായി ഇക്കാര്യം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം പലപ്പോഴും ചെയ്യല്. ഇതെല്ലാം അജിത് പവാറിനോട് സഖ്യത്തിനുള്ളിൽ അവഗണനയ്ക്കും വിദ്വേഷത്തിനുമെല്ലാം കാരണമായി മാറുകയും ചെയ്തു. എന്നാൽ അതേസമയം ഇത് മാത്രമായിരുന്നില്ല അജിത് പവാറിനോടുള്ള വിദ്വേഷത്തിനുള്ള കാരണങ്ങൾ, ഇനിയും ഏറെയുണ്ടായിരുന്നു. നവാബ് മാലിക്കിനെതിരെയും ചേരിതിരിവുകൾ സഖ്യത്തിൽ ഉടലെടുത്തിരുന്നു. ഇന്ത്യ മുന്നണിയിലെ മുൻ മന്ത്രിയും NCPയുടെ ഭാഗവുമായിരുന്നു നവാബ് മാലിക്. എന്നാൽ അദ്ദേഹത്തിനെതിരെ ED കേസ് വന്നതും മുന്നണി മാറ്റവുമെല്ലാം തന്നെ BJP തന്ത്രത്തിന്റെ മറ്റൊരു മുഖമായിരുന്നു. ശേഷം പിന്നീട് അദ്ദേഹം BJPയോടൊപ്പം സഖ്യം ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ കൂടെ കൂട്ടുമ്പോഴുള്ള ആവശ്യം കൂടെ സംരക്ഷിക്കാനില്ല എന്നതാണ് ഇക്കാര്യത്തിൽ BJPയുടെ ഏറ്റവും വലിയ പോരായ്മ. നവാബ് മാലിക് സഖ്യത്തിൽ ചേർന്നുവെങ്കിലും അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന പിന്നീട് സഖ്യത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വലിയ തോതിൽ അവഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. മാൻകുർദ് ശിവാജി നഗർ മണ്ഡലം നവാബ് മാലിക്കിന്റെ ശക്തി കേന്ദ്രമാണ്. മുസ്ലിം പോപ്പുലേറ്റഡ് മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് ഏറെ സ്വാധീനവുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ED കേസും ദാവൂദ് ഇബ്രാഹിമുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇത്തവണ മത്സരിപ്പിക്കില്ല എന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസും ഷിൻഡെയും അടക്കം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പക്ഷേ അജിത് പവാർ നവാബ് മാലിക്കിനെ NCPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കുകയും BJP പ്രചരണത്തിന് ഇറങ്ങില്ല എന്ന പ്രഖ്യാപനമുണ്ടായിട്ടും നവാബ് മാലിക്കിന് വേണ്ടി പൂർണ്ണ പിന്തുണ നൽകുകയും പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ BJPയെയും മറ്റ് സഖ്യകക്ഷികളെയും ചൊടിപ്പിച്ചിരുന്നു. കൂടാതെ തന്നെ യോഗി ആദിത്യനാഥിന്റെ വളരെ വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശത്തിനെതിരെയും അജിത് പവാർ രംഗത്ത് വന്നിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് നൽകിയ ബേട്ടെങ്കെ തോ കാട്ടെങ്കെ എന്ന മുദ്രാവാക്യത്തിനെതിരെ സംവരണം ആവർത്തിച്ചുകൊണ്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ അജിത് പവാർ രംഗത്ത് വന്നിരുന്നു. മഹാരാഷ്ട്രയിൽ ഇത് പ്രവർത്തിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഈ മുദ്രാവാക്യം പ്രവർത്തിക്കുമായിരിക്കാം, പക്ഷേ എന്നാൽ മഹാരാഷ്ട്രയിൽ അത് സംഭവിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് പുറത്തുനിന്നും വരുന്നവർ ഇത്തരത്തിലുള്ള വർഗീയ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ സാരം. യോഗിയുടെ മാത്രമല്ല അമിത്ഷായുടെയും വർഗീയ പരാമർശങ്ങളെയും അജിത് പവാർ ശക്തമായി തന്നെ എതിർത്തിരുന്നു. മാത്രമല്ല, പ്രചരണ ക്യാമ്പയിനിൽ BJP സ്റ്റാർ ക്യാമ്പയിനേഴ്സായ അമിത്ഷാ, മോദി പോലുള്ളവർ അജിത് പവാറിന്റെ മണ്ഡലങ്ങളിലായ ബാരാമതിയിലേക്ക് വരേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അല്ലാതെ തന്നെ അവിടെ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവയെല്ലാം തന്നെ BJPയെ ചൊടിപ്പിച്ച കാര്യങ്ങളാണ്. മാത്രമല്ല, ശരത് പവാറിനെതിരെ വ്യക്തി അധിക്ഷേപം സഖ്യത്തിലെ ഒരു നേതാവ് നടത്തിയ സാഹചര്യത്തിലും അജിത് പവാർ രംഗത്ത് വരുന്നുണ്ടായി. ഇത്തരത്തിലുള്ള വ്യക്തി അധിക്ഷേപം നടത്തിയാൽ താനും തന്റെ കൂടെയുള്ളവരും കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്നായിരുന്നു അന്ന് അജിത് പവാർ പറഞ്ഞത്. ഇവയെല്ലാം തന്നെ അജിത് പവാറിനെ സഖ്യത്തിൽ നിന്നും ഒരുപാട് ദൂരേക്ക് മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ BJPയോട് ചേർന്ന അജിത് പവാർ ഒരുപക്ഷെ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്ര പിന്നീട് കണ്ടത്. നവാബ് മാലിക് സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പോലും പറഞ്ഞു വെക്കുന്നത് മഹാരാഷ്ട്രയിലെ കിങ് മേക്കറായി അജിത് പവാർ മാറുമെന്നാണ്. വാശിയേറിയ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് മഹാരാഷ്ട്ര. ഒരുപക്ഷെ മഹായുതി സഖ്യത്തിൽ നിന്നും തുടരെയുള്ള അവഗണന ഒരുപക്ഷെ അദ്ദേഹത്തെ മുന്നണി മാറ്റത്തിലേക്ക് നയിക്കുമെന്ന അഭ്യൂഹങ്ങളും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ശക്തമാണ്. അജിത് പവാർ ഒരുപക്ഷെ മറുചേരിയിൽ എത്തിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.